ഈ പാല് കുടിച്ചിട്ട് വായിക്കും. പിന്നെ കുടിച്ചോളാം മമ്മി. പിന്നെ കുടിക്കണം. ശോഭ ഇത് കൊടുത്തു. ശരി ചേച്ചി. ഇതെനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ 3 തരം. അല്ല, ഇത് എഴുതിക്കൊണ്ടിരിക്കാൻ പോണോ? തീർന്നടി, നീ അഡ്രസ് കൂടെ ഉള്ളൂ. നീ പോയി മോന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡിയായിട്ട് വാ. അപ്പൊ ഞാനിത് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ കിട്ടുന്ന ശമ്പളം തികഞ്ഞിട്ടായിരിക്കും ഒരു ഫോറിൻ ഡിഗ്രി. എടി കുരങ്ങേ, ശമ്പളത്തിനാണോടി? ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്. എഴുതിക്കൊണ്ടിരുന്നു, ഞാൻ കിടക്കാൻ പോവാ. മറ്റാർക്കും ഇല്ലാത്തൊരു ത്രില്ല്. നാളെ ആരുടെ കേസടി? തീർന്നടിവണേ. ഒരു യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. മനസ്സിലായോ? അല്ല, നീ റെഡിയായെന്ന് പറഞ്ഞിട്ട് ഈ മാലയും കമ്മലൊന്നും മാറ്റിയില്ലേ? ആ സമയം കൊണ്ട് ഞാൻ ആ കവർ ഒട്ടിച്ചിട്ട് വരാം. അവിടെ നിൽക്കും. കമ്പിളി പ്ലാസ്റ്റിക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാലും നിന്റെ ഒരു വാശി. ആരാടാ ഈ പാതിരാക്ക് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹലോ. ഹലോ, ഡോക്ടർ രാജനുണ്ടോ? ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഒന്ന് കൊടുക്കണം. 1 മിനിറ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ. ഹലോ, ഇതാ നിന്റെ പെങ്ങളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവളുടെ ഓരോ വകുപ്പുകൾ കേട്ടെന്റെ തല പൊളിയ. അയ്യോ ഇല്ല ചേട്ടാ, നുണയാണ്. ഹലോ, ഉണ്ണേട്ടനാ? നുണയല്ല. എന്താടി? ഇല്ല ചേച്ചി, ചുമ്മാ വട്ടാണ്. വട്ടത്തിന്റെ വീട്ടുകാർക്ക് ചുമ്മാ ഇരിക്കട്ടോ. എടി, ഈ പോസ്റ്റ്മോർട്ടം ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതെ അതെ, പോസ്റ്റ്മോർട്ടം. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എന്റെ പൊന്നളിയാ, ഞാനൊന്ന് ഉറങ്ങാൻ നോക്കാൻ നോക്കിട്ട് 1 മണിക്കൂറായി. പക്ഷെ ഇവിടെ സമ്മതിക്കണ്ട. അയ്യോ കൊല്ലുന്നേ. മണി 12 കഴിഞ്ഞല്ലോ, ഉറങ്ങാറായില്ലേ?